ഇന്ന് പ്രാവിൻകൂട് ഷാപ്പ് എന്ന പുതിയ സിനിമയുടെ കഥ കേട്ടാലോ? കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ ഒരു ഷാപ്പ് കാണിക്കുന്നു. അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഒരു SI ഉണ്ട്, പുതുതായി ചാർജ് ചെയ്ത സന്തോഷ്. അവിടെയാണെങ്കിൽ സി ആണെങ്കിൽ ആ സമയം പ്രതികളെല്ലാം അടിച്ച് ശരിയാക്കിയാണ്. ഇപ്പോഴും ഇവർ ഇങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിലും നന്നായിട്ട് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നല്ലോ. അപ്പോൾ സി അവനോട് ചോദിക്കുകയാണ്, നീയാണ് ഇവിടെ പുതുതായിട്ട് ചാർജ് ചെയ്യാൻ വന്നത്. നീ കുറേ കേസുകൾ തെളിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതൊക്കെ ശരിയാണോ? അതെ, ഞാൻ ആരെയും ഇടിച്ചു പിഴിഞ്ഞല്ല. ഒരാളുടെ കണ്ണി നോക്കിയാൽ കുറ്റവാളി ആരാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് അവൻ പറയാണ്. ശരിക്കും അതാണ് സന്തോഷിനൊരു കഴിവുണ്ട്. ഒരു കുറ്റവാളിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും. സിയെ പറയുവാണ്, നിനക്ക് അത്രയ്ക്ക് കഴിവുണ്ടെങ്കിൽ ആ ഷാപ്പിൽ ആത്മഹത്യ ചെയ്ത ആളെ പറ്റിയുള്ള തെളിവുകൾ നീയാണ് അന്വേഷിച്ചു കൊണ്ടുവരേണ്ടത്. എന്തെന്നാൽ കഥയുടെ തുടക്കത്തിൽ കാണിച്ചല്ലോ, ഒരാൾ ഷാപ്പിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന്. അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ആ കേസിനെ പറ്റിയാണ് ഇവരിവിടെ പറയുന്നത്. സന്തോഷ് പറയുവാണ്, എനിക്ക് ഷാപ്പിലെ കേസൊന്നും നോക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു. അച്ഛൻ കുടിയനായതുകൊണ്ടാണ് അമ്മ ആത്മഹത്യ ചെയ്തത്. അതിൽ പിന്നെ എനിക്ക് ഷാപ്പിലേക്ക് പോകാനോ അവിടുത്തെ മണം പോലും കേട്ടാൽ എനിക്ക് ഛർദിൽ വരുമെന്ന് പറയുന്നു. സിയെ പറയുന്നത്, ACP ഇത് അന്വേഷിക്കാൻ പറഞ്ഞ കേസ് ഇത് എന്തായാലും നീ തന്നെ അന്വേഷിക്കണമെന്ന്. സന്തോഷിനാകപ്പാടെ പണി കിട്ടിയ ഒരവസ്ഥ. എന്തായാലും കേസ് ഏറ്റെടുക്കാൻ അവൻ തീരുമാനിച്ചു. ഷാപ്പിന്റെ ഓണറായ ബാബുവാണ് മരിച്ചത്. കേസിന്റെ ഭാഗമായി കുട്ടാപ്പൂനെ വിളിക്കുകയാണ്. അവനോട് ചോദിക്കുകയാണ്, നീ അടിപിടിയൊക്കെ കൂടിയിട്ടില്ലേ? മദ്യവെച്ച് നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ കുട്ടാപ്പു ചിരിക്കുകയാണ്. കാരണം അതെല്ലാം പറഞ്ഞത് ശരിയാണ്. അതായത് സന്തോഷിന് മനസ്സിലായത് അവൻ്റെ കണ്ണ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായതാണ് ഇതെല്ലാം. സന്തോഷ് ഇപ്പോൾ ആ ഷാപ്പിലേക്ക് വന്നേക്കുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആ സമയം എല്ലാവരും ഷാപ്പിലുണ്ടായിരുന്നു. 11 മണിയാകുമ്പോഴാണ് ഷാപ്പ് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ താക്കോൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ആണ് അവനെ കൊന്നിരിക്കുന്നത് സുനി പറഞ്ഞിട്ടാണ് പോലീസ് ആ സമയത്ത് അവിടേക്ക് വന്നത്. സി ആണെങ്കിൽ അവിടെയുള്ളവരെ പെട്ടെന്ന് പേടിപ്പിക്കുകയാണ്. എന്നാൽ സന്തോഷ് ആണെങ്കിൽ ആ ബോഡി എടുത്ത് പരിശോധിക്കുകയാണ്. സന്തോഷ് പറയാണ്, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. അതുമാത്രമല്ല, ബാബു സ്റ്റൂളിൽ കയറിയ പാടുകളില്ല. അതുമാത്രമല്ല, ആ കയറിൽ കണ്ട ഒരു വ്യത്യാസം. ഇതെല്ലാം കണ്ടിട്ട് അവൻ ആത്മഹത്യ ചെയ്ത ആരോ കൊന്നതാണ് വൈരാഗ്യം വെച്ച്. ഇതൊരു മോഷണവും അല്ല, കൊലപാതകം തന്നെയാണ് എന്ന് പറയുന്നു. സന്തോഷിന് ഛർദ്ദിക്കാനായി വരുവാണ്. ഷാപ്പിലെ മണം കേട്ട് വെളിയിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് അടുത്ത സീനാണ് കാണിക്കുന്നത്. ഈ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. എല്ലാവരും ഷാപ്പിൽ ഇരുന്ന് ചർച്ചയാണ്, ആരായിരിക്കും ബാബുവിനെ കൊന്നത്. ഓരോരുത്തരിലേക്ക് ഈ ചർച്ച മാറുകയാണ്. നീയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ പറയുകയാണ്, ഈ ബാബുവിന് വേറൊരു ബന്ധമുണ്ടല്ലോ എന്ന് പറയുകയാണ് കണ്ണൻ. ഈ കണ്ണനാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. കണ്ണന് വികലാംഗനാണ്. ഈ മരണം നടക്കുന്നതിന് മുമ്പ് കണ്ണൻ കടയിലേക്കുള്ള സാധനങ്ങൾ ഇറക്കുകയായിരുന്നു. ആ സമയം കണ്ണനെ അന്വേഷിച്ച് സുന്ദരിയായ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഷാപ്പിലേക്ക് അവളുടെ ഭാര്യ അങ്ങോട്ടേക്ക് കയറുകയാണ്. ആ സമയം ബാബു അത് കണ്ടിട്ട് കയറുന്നുണ്ട്. അപ്പോൾ തന്നെ കണ്ണനോട് പറയുകയാണ്, അവന് നിന്റെ ഭാര്യയിൽ ഒരു നോട്ടമുണ്ടെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ കണ്ണന് ദേഷ്യമാകുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന് ബാബുവിന് ഒരു സംശയമുണ്ട്, ഭാര്യയായിട്ടൊരു ബന്ധത്തിലാണോ എന്ന്. കണ്ണൻ്റെ ഭാര്യ മെറിൻ്റെയോട് വന്ന് ദേഷ്യപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ണൻ്റെ ഭാര്യ കാണാൻ സുന്ദരിയാണ്. എല്ലാ ആണുങ്ങൾക്കും അവളോടൊരു ക്രഷ് ഉണ്ട്. ഈ കാര്യം കണ്ണൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അവിടെ വഴക്കുണ്ടാകാൻ കാരണവും. സന്തോഷ് മെറിൻ്റെയോട് ചോദ്യം ചെയ്യുകയാണ്, നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായോ എന്ന്. ഇല്ല, 5 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ നിൻ്റെ മാല കണ്ടാൽ അങ്ങനെ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മാല മേടിച്ചിട്ട് 6 വർഷമേ ആയതേ ഉള്ളെന്ന് പറയുമ്പോൾ സന്തോഷിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റുകയാണ്. സന്തോഷ് ചോദിക്കുകയാണ്, ചേച്ചിക്ക് അബോർഷൻ നടന്നല്ലേ എന്ന്. അപ്പോൾ അവൾ സങ്കടത്തോടെ പറയുകയാണ്, അതേ നടന്നു എന്ന്. സന്തോഷ് ചോദിക്കുകയാണ്, കണ്ണൻ നിന്നെ നിരന്തരം അടിക്കുമായിരുന്നല്ലേ? അപ്പോൾ അവൾ പറയാണ്, അടിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാഞ്ഞത്? അതിനെനിക്ക് തോന്നിയില്ല എന്നാണ് പറയുന്നത്. കണ്ണന് നിങ്ങളെ സംശയമായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഷാപ്പിൻ്റെ അടുത്താണ് കണ്ണൻ്റെ വീട്. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഷാപ്പ് കാണാൻ പറ്റും. കണ്ണൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ബാബു കണ്ണൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് വന്ന കണ്ണൻ ദേഷ്യമായി അവളെ അടിക്കാൻ വന്നപ്പോൾ, നീ വിചാരിക്കുന്ന പോലെ അല്ലടാ, ഞാൻ അവൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വന്നതാ എന്ന് പറയുന്നു. എങ്കിലും അവന് ദേഷ്യപ്പെട്ട് അടിക്കാൻ വന്നപ്പോൾ ബാബു അവനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അടിക്കാനൊന്നും വയ്യ. അവനെക്കാട്ടും വലിയ ശക്തിക്കാരനാണ് ഈ
ബാബു. കണ്ണൻ പറയുന്നത് നിങ്ങളുടെ അത്രയും ശക്തിയൊന്നും എനിക്കില്ല, എന്നെ വെറുതെ വെക്കണം, എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് അവൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഇതെല്ലാം നാട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കാരണമായി. എന്നാൽ കണ്ണന് ഭയങ്കര സങ്കടമായിരുന്നു. ഇതിനുശേഷം കണ്ണനെയാണ് ചോദ്യം ചെയ്യുന്നത്. സന്തോഷ് പറയുവാണ്, നിന്റെ ഭാര്യയായിട്ട് നീ ഇപ്പം അകന്നല്ലേ ജീവിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ കണ്ണൻ പറയുകയാണ്, ബാബുവായിട്ട് അവൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല ഈ കണ്ണന് അഭിഗീതമുണ്ടായിരുന്നു. നമ്മുടെ കടയിൽ കല്യാണി ചേച്ചിയില്ലേ, ആ ചേച്ചിയായിട്ട് പോലും ബന്ധമുണ്ടായിരുന്നു. കണ്ണന് ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു കുഞ്ഞുണ്ടായത്. എന്നാൽ അത് അബോർഷനായി പോയി. അതിനുശേഷം അവന് സംശയവും ഉണ്ടായിരുന്നു. സന്തോഷ് ഒരു മാഷിനെ കാണാനാണ് പോയത്. മാഷ് പറയുന്നത് ഈ കണ്ണൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ്. മാഷിനോട് ചോദിക്കുകയാണ്, അന്ന് ആ സംഭവം നടന്നപ്പോൾ കണ്ണൻ എങ്ങനെയായിരുന്നു? പഴയതുപോലെ അല്ലായിരുന്നു, ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അന്ന് ചീട്ടുകളി കളിച്ചപ്പോൾ അവൻ തോറ്റുപോയി. സാധാരണ ജയിക്കുന്നതായിരുന്നു. അന്ന് എന്തു പറ്റിയെന്നറിയില്ല, അവൻ എല്ലാ കളിയിലും തോറ്റുപോയി. അതുമാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിയോട് അവിടുന്ന് പോകാനും പറഞ്ഞിരുന്നു. ശേഷം സന്തോഷ് കണ്ണനോട് ചോദ്യം ചെയ്യുവാണ്, ബാബു ആത്മഹത്യ ചെയ്ത ആ കയറ് നീ മേടിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, ഞാൻ മേടിച്ചതല്ല എന്ന്. എന്നാൽ കടയിലുള്ള ആൾ പറഞ്ഞല്ലോ നീ അത് മേടിച്ചുകൊണ്ട് പോയെന്ന്. അതിന് കണ്ണൻ പറയുന്നത്, ബാബുയേട്ടൻ ആ സമയത്ത് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ ആ കയർ മേടിച്ചതായിരിക്കും. എനിക്കറിയില്ല സാറേ, ഇനി അതിൽ പിടിച്ച് തൂങ്ങല്ലേ. അന്ന് നീ കള്ളിനകത്ത് നീ ഗുളിക ചേർത്തില്ലേ മയങ്ങാനുള്ളത്? ഇല്ല സാറേ, സാധാരണ ഞങ്ങൾ മയങ്ങാനുള്ള ഗുളിക ശകലം ചേർക്കുമായിരുന്നു. അത് ഓരോരുത്തർ പറയുന്നതനുസരിച്ച് ഗുളിക ഞങ്ങൾ ചേർക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഞാൻ ഗുളിക ചേർത്തിട്ടുമില്ല. കണ്ണൻ പറയുകയാണ്, ഷാപ്പ് അടയ്ക്കുന്നത് 11 മണിയാവുമ്പോഴാണ്. എന്നാൽ അതിനു മുമ്പേ ആൾക്കാരെല്ലാം അവിടെ വരും. അപ്പോൾ തന്നെ കടയെല്ലാം അടയ്ക്കും. അതിൻ്റെ അകത്തിരുന്ന് ഞങ്ങളെല്ലാം ചീട്ടും കളിക്കുമായിരുന്നു. എന്നാൽ ചീട്ടിനകത്ത് മുഴുകിയാൽ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാറേയില്ല. അതിൽ നിന്ന് കളിക്കാൻ തുടങ്ങും എന്ന് പറയുകയാണ്. ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലീസ് മറ്റാൾക്കാരോട് ചോദിക്കുന്നു. എന്നാൽ അത് സത്യമായിരുന്നു. ഈ കള്ള് ഷാപ്പ് അടച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്തിരുന്ന് ഇവർ കുറച്ചു നേരം ചീട്ട് കളിക്കുമായിരുന്നു. സന്തോഷ് സിയോട് പറയാണ്, 100 കിലോ ഭാരമുള്ള ഈ ബാബുവിനെ കെട്ടിത്തൂക്കണമെങ്കിൽ കണ്ണൻ്റെ കൂടെ വേറെ ആരിലും സഹായിക ഉണ്ടായിരിക്കണമെന്ന്. അതുമാത്രമല്ല എനിക്ക് 10 ദിവസത്തെ സമയം കൂടെ വേണം ഈ കേസിൽ എന്തേലും ഒരു വിധി പറയണമെങ്കിൽ. സന്തോഷ് മിറൻഡയെ കാണാൻ പോയി. മിറൻഡയാണെങ്കിൽ കണ്ണനോട് പിറങ്ങി കല്യാണി ചേച്ചിയുടെ കൂടെയാണ് താമസം. മിറൻഡയോട് ചോദിക്കുന്നു, ഈ കയർ കണ്ടിട്ടുണ്ടോ? അവൾ പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല എന്ന്. അന്ന് സംഭവം നടക്കുന്ന സമയത്ത് ഷാപ്പിൽ നീ വേറെ ആരെങ്കിലും കണ്ടായിരുന്നു? ഇതിനു മുമ്പ് കാണാത്ത ആരെങ്കിലും? അവൾ പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല എന്ന്. പിന്നെ കല്യാണിയോടാണ് ചോദിക്കുന്നത്, അന്ന് ആ ഷാപ്പിൽ ആ സംഭവിച്ച സമയത്ത് നിന്നോട് നേരത്തെ പോകാൻ കണ്ണൻ പറഞ്ഞോ എന്ന്. അവൾ പറയുന്നു, എന്നോട് പറഞ്ഞിരുന്നു അന്ന് നേരത്തെ പോകാൻ. ഇതിനു മുമ്പ് അങ്ങനെ നേരത്തെ പോകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അന്നത്തെ ദിവസം നേരത്തെ പോകാൻ എന്നോട് പറഞ്ഞിരുന്നു. കണ്ണനോട് ചോദിക്കുകയാണ്, നീ അല്ലേ ഇത് തെറ്റെല്ലാം ചെയ്തത്? നീ അല്ലേ അവനെ കൊന്നത് എന്ന്. അപ്പോൾ കണ്ണൻ പറയുകയാണ്, ഞാനല്ല എന്ന്. എന്നാൽ അവിടെയുള്ള പോലീസുകാർ കണ്ണനെ അടിക്കുകയാണ്. കണ്ണൻ പറയാൻ, ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെയെല്ലാം നിങ്ങളിങ്ങനെ അടിക്കില്ലേ? ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവൻ കരയുകയാണ്. സന്തോഷാണ് കണ്ണനെ സമാധാനപ്പെടുത്തിയത്. അപ്പോൾ കണ്ണൻ പറയുകയാണ്, സാറേ, 4 വർഷത്തിനു മുമ്പ് ഒരു കനാലിൽ ഒരാളുടെ ബോഡി പൊങ്ങിയിരുന്നു. ആ കേസിലും ബാബുവിൻ്റെ കൈ ഉണ്ടെന്നാണ് എനിക്ക് സംശയം. ഇതിനു മുമ്പ് ചക്കാട്ടിപ്പറമ്പിൽ ജോബിയും സാവുമായി എന്തോ ഒരു പ്രശ്നം ബാബുവിനുണ്ടായിരുന്നു. അവർ തമ്മിൽ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഷാപ്പ് ലേലം ചെയ്തപ്പോൾ ചക്കാട്ടിപ്പറമ്പിൽ ജോയിക്കും ശത്രുതയുണ്ടായിരുന്നു. അതുമാത്രമല്ല ആ ലേലത്തിൽ വിജയിച്ചത് ബാബു ചേട്ടനായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ശത്രുത ഉണ്ടായിരുന്നത്. സന്തോഷ് ഫയലുകളെല്ലാം നോക്കി ടെൻഷനോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഓർമ്മയിൽ വരുന്നു, ഈ കേസിനെല്ലാം കാരണം സുനി തന്നെയാണ് ബാബുവിനെ കൊന്നത്. എന്തെന്നാൽ സുനിക്ക് ബാബുവായിട്ട് കുറേ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അതിൻ്റെ പേരിൽ ബാബുവിന് കുറേ പൈസകൾ സുനിക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു. ആ ദേഷ്യമായിരിക്കും. സുനിയാണെങ്കിൽ ആ കൊല നടന്ന സമയത്ത് ഒരു സഹായിയെ വിളിച്ചു മച്ചിൻ്റെ മറുത്ത് കയറ്റി. അവിടെ നിന്ന സമയത്ത് നിങ്ങൾ ചീട്ട് കളിക്കുന്ന സമയത്ത് അവനോട് പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം നടത്തിയെന്ന എനിക്ക് തോന്നുന്നേ എന്ന് സാറിനോട് പറയുകയാണ്. ആ സമയം സുനിയാണെങ്കിൽ കള്ളിനകത്ത് എന്തോ ഗുളിക ചേർത്ത് കൊടുത്തു. അപ്പോൾ സുനി പറഞ്ഞതുപോലെ സഹായിയായിരിക്കാം അവനെ കെട്ടിത്തൂക്കിയത്. അതിനുശേഷം കള്ളത്താക്കോൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ താക്കോല് അവൻ്റെ കൈ വെച്ചതിന് ശേഷം സഹായിയെ വെളിയിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം സുനി കതകടച്ച് അതിനുശേഷം താക്കോൽ അവിടേക്ക് വെച്ചിട്ട് നിങ്ങളോട് ബാബു മരിച്ചു എന്ന് പറഞ്ഞതായിരിക്കാം.
10 ദിവസത്തിനുള്ളിൽ ഈ കേസ് തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് 7 ദിവസമായിട്ട് തെളിയിക്കാത്തതുകൊണ്ട് CA ആണെങ്കിൽ സന്തോഷിനെ വഴക്ക് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കണ്ണനെയാണ്. കണ്ണൻ ചെന്ന് സുനിയോട് പറയുകയാണ്, ചേട്ടാ ജോയി ചേട്ടൻ കനാലിൽ വീണ് മരിച്ചില്ലേ, അന്ന് അദ്ദേഹത്തെ കൊന്നത് ബാബു ആയിരുന്നു. അത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാണ്. പക്ഷേ അതെനിക്ക് പറയാനായി പറ്റിയില്ല. ഞാനത് കണ്ടപ്പോൾ ബാബു ചേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാഞ്ഞത്. ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നേ നമ്മളെ രണ്ടുപേരെയും ബാബു ചേട്ടൻ കൊന്നേനെ. അതുമാത്രമല്ല ഈ കേസ് തെളിയിക്കാൻ വന്ന അവനില്ലേ, അവൻ ചക്കാട്ടിപ്പറമ്പിൽ ജോയിയുടെ മോനാണ്. എന്നാൽ ഉറപ്പായി സന്തോഷമായിരിക്കുമോ ഈ പ്രതികാരം ചെയ്തത്? അച്ഛന് ഉള്ള ദേഷ്യം അവനോടുള്ളത് കൊണ്ട് തന്നെ ഈ മോൻ ഇതെല്ലാം ചെയ്താണോ എന്നുള്ള സംശയമാണ് ഇവർക്ക്. ഇത് സന്തോഷമാണ് ചെയ്തതെന്ന് ഉയർന്ന ആൾക്കാരോട് പറയാൻ ഇവർക്കൊരു പേടി. എങ്ങാനും ഇതെല്ലാം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കുടുങ്ങോ എന്നാണ് ഇപ്പോൾ അവർക്കുള്ള പേടി. അതിനുശേഷം സന്തോഷിനെ കാണിക്കുന്നു. മെറിൻഡയെ കാണുവാൻ സന്തോഷ് വന്നിരുന്നു. അവൻ ചോദിക്കുകയാണ്, ആ സംഭവം നടന്നപ്പോൾ വേറെ ആരെങ്കിലും കണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഒരു മൊട്ടത്തലേനെ കണ്ടിരുന്നു അന്ന്. അതാരാണെന്ന് ചോദിക്കുകയാണ്. അവൾ പറയാണ്, എനിക്കൊരു 5000 രൂപ തന്നാൽ അതാരാന്ന് ഞാൻ പറയാമെന്ന്. കാരണം തന്നെ അവൾക്കൊരു ചെറിയ ക്രഷ് സന്തോഷിനോടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് ചോദിക്കുന്നു, എന്തിനാണ് ഈ 5000 രൂപ? എനിക്കൊരു വാടക വീട് നോക്കാനാണെന്ന്. എന്നാൽ സന്തോഷ് പൈസ കൊടുക്കുന്നില്ല. അതാരാന്നും അവൻ അറിയുന്നില്ല. അതിനുശേഷം അവൻ അവിടുന്ന് പോകുകയാണ്. കണ്ണൻ വന്ന് ഷാപ്പിൽ വന്ന് പരിശോധിക്കുകയാണ്, എന്തെങ്കിലും ഒരു തെളിവ് ആ കൊന്ന ആളെ പറ്റി അറിയാൻ പറ്റുമെന്ന്. അവിടെ അന്വേഷിക്കുമ്പോഴാണ് ഒരു സിഗരറ്റ് കാണുന്നത്. ഈ സന്തോഷ് ഉപയോഗിക്കുന്ന സിഗരറ്റാണ്. സന്തോഷ് തന്നെയാണ് ഈ കൊല ചെയ്തതെന്ന് അവർക്ക് സംശയമാകുകയാണ്. സുനിയാണെ കണ്ണനോട് പറയാണ്, ഉറപ്പിക്കണമെങ്കിൽ അതേപോലെ ഒരു കയറ് കൊണ്ടുവന്ന് നോക്കാം. അതിനായി കയറ് മേടിക്കാനായി അങ്ങോട്ടേക്ക് പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് സന്തോഷ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മെറിൻഡയുടെ ഒരു കോളിന് വേണ്ടി. എന്നാൽ പെട്ടെന്ന് മെറിൻഡയുടെ കോള് കിട്ടുകയാണ്. മെറിൻഡയാണ് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ ആരോ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നാൽ സന്തോഷ് ആ ഇട്ടിരിക്കുന്ന വേഷത്തിൽ തന്നെ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോകുകയാണ്. മെറിൻഡ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മെറിൻഡ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, നീ പേടിക്കേണ്ട, കതവെല്ലാം അടച്ച് ജനലും അടച്ച് അകത്ത് തന്നെ ഇരിക്കണമെന്ന്. മുഖംമൂടി എടുത്ത ഒരുത്തൻ അവിടേക്ക് കല്ലുകൾ വലിച്ചെറിയാണ്. അതിനുശേഷം വാളിട്ട് അടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ മിറിൻ പിടിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം സന്തോഷ് അങ്ങോട്ട് വരുമ്പോൾ വേറെ ആരെയും കാണുന്നില്ല. സന്തോഷ് അകത്തോട്ട് കയറുമ്പോൾ മിറിൻഡ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. ഞാൻ വന്ന ആളെ ഒന്നും കണ്ടിട്ടില്ല, അയാൾ ഒരു മുഖംമൂടി ഇട്ട് ധരിച്ചിരുന്നു. സന്തോഷ് അവിടേക്ക് നോക്കുകയാണ്. അപ്പോൾ ഒരു മുഖംമൂടി കിട്ടുന്നു. അതിനുശേഷം കതവിനാരോ വെട്ടിയ പാടുണ്ട്. അതാണെങ്കിൽ ഒരു 6 അടി പൊക്കമുള്ള ഒരാൾ വെട്ടിയതുപോലെ. അവിടുന്ന് ഒരു ഗുളികയും കിട്ടുന്നു. ഈ ഗുളിക സുനിയാണ് ഉപയോഗിക്കുന്നത്. അവളോട് പറയാണ്, ഇത് സുനിയാണ് ചെയ്തത്. അപ്പോൾ സുനി ചേട്ടനോ, ചേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ബൈക്കിൽ തിരിച്ചു പോകുകയായിരുന്നു. ആ സമയം കണ്ണൻ മുന്നിലേക്ക് ചാടുന്നു. എന്താടാ കണ്ണ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ, എന്നെ ഒരു സ്കൂൾ ബസ് എന്നെ ഇടിപ്പിക്കാൻ വന്നു, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. നീ പേടിക്കണ്ട കണ്ണ, നിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എൻ്റെ ഒരു കത്തിയുണ്ട്, അത് വെച്ചങ്ങ് പൂളിയേക്കണമെന്ന് പറയുന്നു. കയറ് മേടിക്കാനുള്ള സുനി അങ്ങോട്ടേക്ക് വരുവാണ്. കണ്ണനുമായി അവിടെ വന്ന് അവർ കയർ കെട്ടി പരീക്ഷിക്കുകയാണ്. സിമെൻറ്റ് ചാക്കുകൾ കെട്ടി അതുപോലെ തന്നെ മണ്ടയ്ക്ക് കെട്ടുകയാണ്. അതിനുശേഷം വലിക്കാൻ നോക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വലിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവർ വെളിയിൽ വന്ന് ജനലിൻ്റെ സൈഡിൽ കൂടി വലിച്ചപ്പോൾ അവർക്ക് ആ ചാക്ക് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. സുനിയാണെങ്കിൽ ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷിനൊരു കോള് വരും. ഷാപ്പിൽ ഒരാളും കൂടെ ആത്മഹത്യ ചെയ്തുവെന്ന് സന്തോഷ് ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഷാപ്പിൽ ആരോ തീ കത്തിച്ചിരിക്കുന്നു. ആൾക്കാരെല്ലാവരും കൂടെ വെള്ളം ഒഴിച്ച് അത് കെടുത്താനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷാപ്പ് പകുതി കത്തിയിരുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കാണും. അതാരായെന്ന് നോക്കുമ്പോൾ സന്തോഷ് ഞെട്ടിപ്പോവും. ആരാണ് ഈ പ്രതി എന്ന് കണ്ടുപിടിച്ച ആ ആള് തന്നെയാണ് ഈ മരിച്ചിരിക്കുന്നത്. സുനി തന്നെയാണ് ചത്തു കിടക്കുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് സംഭവിച്ച സമയത്ത് സുനി കണ്ണനോട് പറയാണ്, ഇവനെ കൊല്ലാൻ ഒരാൾ കൂട്ടുനിന്നിട്ടുണ്ട്, അത് നിന്റെ ഭാര്യയാണെന്ന്. എൻ്റെ ഭാര്യയോ? എൻ്റെ ഭാര്യ അല്ലെന്ന് പറയുമ്പോൾ, നിന്റെ ഭാര്യയല്ലേ നിന്നെ മാജിക്കൊക്കെ ചെയ്യുമ്പോൾ സഹായിക്കാനും നിന്നെ ചീട്ടിൽ ചെയ്യുമ്പോൾ ആ ചീട്ടിൽ ശരിയായിട്ട് നിന്നെ സഹായിക്കാൻ നിന്നത് അവളാണെങ്കിൽ അവൾ ഒളിച്ചിരുന്നിട്ട് ചീട്ട് നോക്കുന്ന കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞു തരില്ലേ? ഇതുപോലെ തന്നെ അവൾ ഒളിച്ചിരുന്ന് അവനെ കൊന്നതാണെന്ന്. എന്നാൽ ഇതിന് പിന്നിൽ നല്ലതായിട്ട് പണി അറിയാവുന്ന മറ്റൊരാളും കൂടിയുണ്ട്. അയാളും കൂടി ചേർന്നാണ് ബാബുവിനെ കൊന്നത്. സുനി പറയുവാണ്, നീയല്ലേ കണ്ണ എന്ന്. അപ്പോൾ കണ്ണൻ ഞെട്ടിപ്പോയി. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സുനി അറിഞ്ഞിരിക്കുന്നു. എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. മിറിൻ്റെയും കണ്ണനും കൂടിയാണ് ബാബുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തതും കൊന്നതും. മിറിൻ്റെയും ബാബുവുമായിട്ട് അവിഹിതമാണെന്ന് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു. കണ്ണൻ മിറിൻ്റെയായി പിണങ്ങിയിരിക്കുന്നത് പോലെ അവർ അഭിനയിച്ചു. അതിനുശേഷം കടയിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്ന കൂട്ടത്തിൽ കയറുകൾ മേടിച്ചു. അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അകത്തുനിന്ന് നോക്കിയാൽ ജനൽ വഴി എല്ലാം കാണാമായിരുന്നു.
ഗ്ലാസ് വെച്ച് കണ്ണൻ എല്ലാം മറച്ചു. ബാബുവിന് കണ്ണൻ അമിത ഡോസുള്ള മരുന്ന് ചേർത്ത് കള്ള് കൊടുത്തു. അതിനുശേഷം ഡോറുകളെല്ലാം അടച്ച് അവിടെ ചീട്ട് കളിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോഴേക്ക് താക്കോല് കൊണ്ട് ബാബുവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കാനായിട്ട് അവിടുത്തെ ലൈറ്റുകളും ഓഫ് ചെയ്തു. അതിനുശേഷം ബാബു ആണെങ്കിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ്റെ തലയിലേക്ക് കയറ് കെട്ടി അതിനുശേഷം ജനൽ വഴി ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ ആഞ്ഞു വലിച്ചു. 100 കിലോ ഭാരമുള്ള അവനെ വലിക്കാനായിട്ട് അവൾക്ക് പറ്റത്തില്ലല്ലോ. അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ കടന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു ബാബുവിൻ്റെ. ആ വണ്ടിയെ കെട്ടിവെച്ചു. അതിനുശേഷം ആ വണ്ടിയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ല് തെള്ളി മാറ്റുമ്പോൾ ആ വണ്ടി താഴേക്ക് പോവും. താഴേക്ക് ഇറങ്ങുന്ന ശക്തിയിൽ ബാബുവിനെ ആ കയറ് വലിക്കും. അങ്ങനെയാണ് ബാബു മരിക്കുന്നത്. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബാബു മരിച്ചിരിക്കുന്നു. അതിനുശേഷം കണ്ണനാണ് ആ കയർ കട്ട് ചെയ്യുന്നത്. ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് ആ സമയം ഓടി വന്നു അവിടേക്ക്. മെറൻഡയാണെങ്കിൽ ബാക്കി കയറും കൂടെ ഊരിയെടുത്ത് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി. സുനി കണ്ണനോട് ചോദിക്കുകയാണ്, നീ എന്നെ പറ്റിക്കാൻ എന്തെല്ലാം ചെയ്തടാ? അതുമാത്രമല്ല സന്തോഷിൻ്റെ ബീഡി കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചത് എന്നെ സംശയം സന്തോഷിലേക്ക് എത്തിക്കാനായിരുന്നില്ലേ? സുനി പറയാണ്, നിന്നെ ഞാനൊരു അനിയനെ പോലെയല്ലേടാ കണ്ടത്, എന്നിട്ടും നീ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു എന്ന്. അപ്പോൾ കണ്ണൻ പറയണം, ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ആ സമയത്ത് അവനെ എനിക്ക് കൊല്ലുവാനുള്ള ഒരു ശത്രുതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ അങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് സുനി, നീ ഇതിന് ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചു, നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ അടിക്കുകയാണ്. താഴെ ഉരുണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് കണ്ണൻ സുനിയുടെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയാണ്. സുനി ചേട്ടാ എന്നോട് ക്ഷമിക്കണം, അറിയാതെ എൻ്റെ കത്തി കൊണ്ട് കൊണ്ടുപോയതാണ്, ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ. സുനി പറയുന്നു, നീ എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട, ഇതെൻ്റെ കിഡ്നിയിലാണ് ഈ കുത്ത് എനിക്ക് കിട്ടിയത്, എന്തായാലും ഞാൻ മരിച്ചു പോകും, എനിക്ക് വിഷമം എൻ്റെ ഹൃദയത്തിലാണ്, നീ തന്ന മുറിവാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ നിന്നെ കൂടപ്പിറപ്പിനെ പോലെ അല്ലേടാ കണ്ടത്, ഒരാൾ ചതിക്കുമ്പോൾ ഉള്ള വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ സങ്കടപ്പെടുകയാണ്. എന്നാൽ സുനിയാണെങ്കിൽ ബീഡി വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെ അവിടേക്ക് തീ കത്തുകയായിരുന്നു. അപ്പോൾ കണ്ണൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഞാൻ ബാബുവിനെ കൊന്നതിൻ്റെ കാരണം. ബാബു ഒരാളെ കൊന്ന് കനാലി ഇടുന്നത് കണ്ണൻ കണ്ടിരുന്നു. ഇത് കണ്ടെന്ന് ബാബു അറിഞ്ഞ് ബാബു കണ്ണനെ അടിക്കുകയാണ്. ഇത് നീ ആരുടെയും പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. ആ സമയമായിരുന്നു കണ്ണൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ അതിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ ബാബു ആണെങ്കിൽ കാലും കൊണ്ടൊരു ചവിട്ട് അവളുടെ വയറ്റിലേക്ക് കൊടുത്തു. എന്നാൽ അവൾ ഗർഭിണിയായിരുന്നു. 10 വർഷത്തിന് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞിനെയാണ് അവൻ ചവിട്ടിയത് കൊണ്ട് തന്നെ അവൾ ഒരുപാട് കരയുന്നു. ആശുപത്രി ചെന്നപ്പോൾ ആ കൊച്ചു പോയിരിക്കുന്നു. അതിൻ്റെ സങ്കടം അവർക്കുണ്ട്. എന്നാൽ ഇനിയൊരു കൊച്ച് അവർക്കുണ്ടാകില്ല. ഈ സങ്കടം കാരണമാണ് അവനെ കൊല്ലുവാനായി പ്ലാൻ ചെയ്തത്. എന്നാൽ അവർക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. എങ്കിലും രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ് അന്നേ ദിവസം അവർ കൊന്നത്. കണ്ണൻ സത്യമെല്ലാം സുനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുനി മരിച്ചു കിടന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കണ്ണന് സങ്കടമായി കരഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. മെറിൻഡയോട് കണ്ണൻ പറയുവാണ്, അവൻ ഭയങ്കര സങ്കടത്തിലാണ്. സ്വന്തം ചേട്ടനെ പോലെ കണ്ട ആളെയാണല്ലോ അബദ്ധവശാൽ കൊല്ലേണ്ടി വന്നത് എന്നോർത്ത് സങ്കടപ്പെടുകയാണ്. മിറിൻഡയെ കൊല്ലുവാൻ ഒരു മുഖംമൂടിക്കാരൻ വന്നെന്ന് പറഞ്ഞില്ല, അതൊക്കെ അവരുടെ പ്ലാനിങ് ആയിരുന്നു. കതവ് പൊട്ടിച്ചതും കണ്ണനായിരുന്നു. ഇതെല്ലാം സുനിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അതുപോലെയെല്ലാമാണ് സംഭവിച്ചത്. എന്നാൽ അവസാനമായപ്പോൾ പോലീസുകാർക്കെല്ലാം ഇവരാണ് ചെയ്തത് എന്ന് മനസ്സിലായിരിക്കുന്നു. പോലീസ് അങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞപ്പോൾ മിറിൻഡ കണ്ണനോട് പറയാണ്, നീ എൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ അവർ പേടിക്കുമെന്ന്. എന്നാൽ അതേസമയം പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ കണ്ണൻ കത്തി ഭാര്യയുടെ മേത്തേക്ക് വെക്കുന്നത് കണ്ടപ്പോൾ സന്തോഷ് പറയാണ്, കത്തി മാറ്റ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെക്കുമെന്ന്. എന്നാൽ കണ്ണൻ മാറ്റിയില്ല. സന്തോഷ് വെടിവെക്കുകയാണ്. അത് അവൻ്റെ ഭാര്യയിലേക്കാണ് വെടിവെക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രി കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവളുടെ ഭാര്യയ്ക്ക് ഒന്നും പറ്റിയില്ല. മെറിൻഡയെ കാണുവാൻ സന്തോഷ് വരികയാണ്. നിന്റെ ഭർത്താവിനെ ഞാൻ അറസ്റ്റ് ചെയ്തു, നിന്നെ ഞാൻ വെടിവെച്ചത് വേറെ ഒന്നുമല്ല, ഞാൻ നിന്നെ വെടിവെച്ചില്ലായിരുന്നു, നിന്റെ ഭർത്താവ് നിന്നെ കൊന്നേനെ എന്ന് പറയുന്നു. അതുമാത്രമല്ല അവരെയെല്ലാം കൊന്നത് നിന്റെ ഭർത്താവാണ്. സുനിയെ കൊന്നതും കണ്ണനാണ്. പക്ഷെങ്കിൽ ബാബുവിനെ കൊന്നത് മറ്റാരോ ആണെന്ന് തോന്നുന്നു. അതാരാന്ന് മനസ്സിലായില്ല. എന്തോ ഒരു ശക്തിയുള്ള ഏതോ ഒരാളാണ് ബാബുവിനെ കൊന്നത്. അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവളോട് പറയുകയാണ്. അവൾ പുച്ഛത്തോടെ പറയാണ്, എങ്കിൽ നീ ഒന്ന് കണ്ടുപിടിക്കുകയെന്ന്. അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അവൻ്റെ ഭാര്യയും ചേർന്നാണ് കൊന്നതെന്നുള്ള അറിയുന്നില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.